ഇങ്ങനൊരു ഭരണം ഞാൻ വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇങ്ങനൊരു ഭരണം അനുഭവിച്ചിട്ടില്ല. അങ്ങനെ അത്രക്ക് നിർത്തിയിരിക്കണേ ഈ ഭരണം. സ്വന്തം ഭരണം കൊണ്ട് അവർക്ക് തന്നെ ബുദ്ധിമുട്ടായി. ആ അവസ്ഥയിലാണ് വന്നെ. അപ്പം ഇപ്പം BJP വന്നോ ഇനി BJP വന്നോ എന്നൊക്കെയാണ് കുറേ ആൾക്കാർ പറയണത്. എൻ്റെ പൊന്നെ ആളുകൾ ചത്തുപോകാണ്ടിരുന്നാൽ മതി മകനെ എങ്ങനെയാണെങ്കിൽ. അത്രേ പറയണം. കാരണം അത്ര മതിയും കൊതിയും കിട്ടിയിരിക്കും. എന്തോരം അയാൾ അനാവശ്യമായിട്ട് പൈസയൊക്കെ ചിലവാക്കി ജനങ്ങൾക്ക് കൊടുത്തുകൂടെ? അത് ജനങ്ങളുടെ പൈസയാണ്. അത് അയാൾ ആർഭാടമായിട്ട് ഇത് ചെയ്തു. ഭയങ്കര മോശം, വളരെ മോശം. ഇങ്ങനെയല്ല, ആദ്യത്തെ ഭരണത്തിനെക്കാട്ടും രണ്ടാമത്തെ ഭരണം വന്നപ്പോൾ ഭയങ്കര മോശമായി. അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാറുകൾ തുറക്കില്ല, എന്താ പറയുക, സ്കൂളുകൾ തുറക്കുമെന്ന് പറഞ്ഞു. ഒരുപാട് ബാർ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം കൊണ്ട് വിലക്കയറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എല്ലാത്തിനും വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ 5 വർഷം വലിയ കുഴപ്പമില്ലാണ്ട് പോയി. രണ്ടാമത് ഭരണത്തിൽ വന്നപ്പോഴത്തേക്കും പാവപ്പെട്ട ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾക്കൊക്കെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് ഒരു കറുത്ത് ഉടുപ്പിടാൻ പോലെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പിണറായി വളരെ മോശമാണ് അഭിപ്രായം. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരാണ് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. എല്ലാവരും തന്നെ എല്ലാ മേഖലയിലും അന്വേഷിച്ചാലും അങ്ങനെയൊക്കെ തന്നെയാണ്. പെൻഷൻ ഇല്ലാത്ത കാലം ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ. ഈ വയസ്സന്മാർക്ക് പെൻഷൻ ഇല്ലാത്ത കാര്യം, ഈ വയസ്സന്മാർ മാത്രം താമസിക്കുന്ന എന്തോരം വീടുണ്ട്. ആ വീട്ടുകാരെന്തോരം കഷ്ടപ്പെടേണ്ടെന്ന് അറിയാമോ? നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പോര് കനക്കുകയാണല്ലേ. എറണാകുളം ഇക്കുറി ആർക്കായിരിക്കും അനുകൂലമായിട്ട് വിധി എഴുതുക? കൊച്ചിക്കാരോട് നമുക്ക് ചോദിക്കാം. നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളത്ത് ആർക്കാണ് വിജയ സാധ്യത എന്ന് വിശ്വസിക്കുന്നത്? എൻ്റെ ഇതിൽ ഹൈബി ഈഡനായിരിക്കുള്ളൂ ജയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഹൈബി എന്ന് പറയാനുള്ളത്? ഹൈബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യവും ഒരു സാധാരണക്കാരൻ ചെന്ന് എന്ത് കാര്യം പറഞ്ഞാലും അദ്ദേഹം വേഗം നമ്മുടെ പാർട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ മതമോ അല്ലെങ്കിൽ നമ്മളുടെ ജോലിയോ ഒന്നും നോക്കാണ്ട് എത്രയും വേഗം, എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, എത്രയും വേഗം നമ്മുടെ കാര്യം സാധിച്ചു തരാനായിട്ട് വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു MP ആണ് ഹൈബി ഈഡൻ. അപ്പോൾ പിന്നെ ഇപ്പോൾ നിർത്തിയിരിക്കുന്ന മേഡം എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മുടെ LDFകാർ നിർത്തിയിരിക്കുന്നത്, നമ്മൾ പുതിയ ഒരു വ്യക്തിനെയാണ് അവർ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെത്രത്തോളം നമുക്ക് എറണാകുളത്ത് എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഹൈബി ഈഡൻ എന്ന് പറഞ്ഞാൽ MLA ആയിരുന്ന ആളാണ്, പിന്നീട് MP ആയിട്ട് വന്നതാണ്. അപ്പോൾ തുടർന്ന് അദ്ദേഹത്തിന് നമുക്ക് നല്ലോണം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണമാണ്. ആ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഭരണത്തെ ആദ്യത്തെ 5 വർഷം വലിയ കുഴപ്പമില്ലാണ്ട് പോയി. രണ്ടാമത് ഭരണത്തിൽ വന്നപ്പോഴത്തേക്കും പാവപ്പെട്ട ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾക്കൊക്കെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ ഭയങ്കര വിലയാണ്. അരിക്ക് തന്നെ ആയാലും പിന്നെ അങ്ങനെ അതിനോടനുബന്ധിച്ചുള്ള പല ഇതിനും ഭയങ്കര വിലയാണ്. ഞങ്ങളെപ്പോലുള്ള ഓട്ടോറിക്ഷക്കാരായ സാധാരണക്കാർക്ക് ജീവിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും നല്ലത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ എല്ലാവരും. അപ്പോൾ അതിലേതാണ് മെച്ചം എന്നുള്ളത് നോക്കിയിട്ട് ആളുകൾ അവരുടെ ആ ഒരു ഇതനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തുക. അതേ എനിക്ക് പറയാനുള്ളൂ. എറണാകുളത്ത് ആർക്കാണ് വിജയ സാധ്യത? മോനെ അങ്ങനെ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. ഇല്ല, നമ്മൾ പൊതുവായി കാരണം ഇന്നത്തെ സാഹചര്യങ്ങളനുസരിച്ചിട്ട് വിലയിരുത്തുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യണതല്ലേ നല്ലത്. കാരണം എന്തായാലും വേറൊരു മുന്നണിയിൽ നിന്ന് അധികാരത്തിലേറാൻ ഇപ്പോൾ ഈ നിലവിലുള്ള സാഹചര്യങ്ങളനുസരിച്ചിട്ടുള്ള എല്ലാ റിലേറ്റഡ് ചാനലുകളും അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങളും എല്ലാം NDA സർക്കാരിനാണ് അധികാരം കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ NDA സ്ഥാനാർത്ഥികൾ ജയിപ്പിക്കുന്നതല്ലേ നല്ലത്. നമ്മുടെ കേരളത്തിന് അതൊരു പുരോഗതിയാവൂലേ എന്നാണ് എൻ്റെ അഭിപ്രായം. എറണാകുളത്ത് ആർക്കായിരിക്കും വിജയ സാധ്യത? ഹൈബി ഈഡൻ. എന്തുകൊണ്ടാണ് ഹൈബി ഈഡൻ? ഹൈബി ഈഡനാണ് ചാൻസ് കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നിന്നപ്പോഴും നല്ല പ്രവർത്തനമായിരുന്നു കാഴ്ചവെച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം നല്ലത് തന്നെ കാഴ്ചവെക്കുന്നുള്ള പ്രതീക്ഷ. ജനങ്ങൾക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരു MP ആണ്. എനിക്ക് പല പ്രാവശ്യം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഹൈബിക്കാണ് സപ്പോർട്ട്. കഴിഞ്ഞ 7 വർഷമായിട്ട് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ മോശമാണ് അഭിപ്രായം. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണക്കാർ പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് ഒന്ന് പുറത്തു നിന്ന് കൈ കാണിച്ചാൽ പിടിച്ചുകൊണ്ട് പോകണ അവസ്ഥയിലാണ് ആൾക്കാരെ കൊണ്ടുപോകണം. അത് മോശമല്ലേ ആ കാണിക്കണത്? ജസ്റ്റ് ഒരു കറുത്ത് ഉടുപ്പിടാൻ പോലെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതൊക്കെയല്ലേ മോശം. ജീവൻ രക്ഷാപ്രവർത്തനം എന്നാണ് അവർ പറയണത്. പക്ഷെ നമുക്കതല്ലല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ. പല ആൾക്കാരുടെ അനുഭവങ്ങളിൽ നിന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ അത് ശരിയാണോ ഇല്ലയെന്ന് ചിന്തിക്കണത്. അപ്പം അങ്ങനെ ചിന്തിച്ച അവസ്ഥയിൽ നോക്കുമ്പോൾ പിണറായി വളരെ മോശമാണ് അഭിപ്രായം.
കഴിഞ്ഞ 7 മാസമായിട്ട് സാധാരണക്കാർക്ക് പെൻഷൻ ഇല്ല, രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം, ഇതൊക്കെ എങ്ങനെ ഒരു സാധാരണ വീട്ടമ്മ എന്ന നിലയിൽ നോക്കിക്കാണുന്നു? വളരെ ബുദ്ധിമുട്ടാണ്, എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പെട്രോൾ തന്നെ നമുക്ക് എന്തോരം ബുദ്ധിമുട്ടാണ് അവസ്ഥ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റിൽ തന്നെ ഞാൻ ജോലി എടുക്കുന്ന സ്ഥലത്ത് 3-4 പേര് കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർ പറയണത് പെട്രോളിന് വില കുറച്ച് ഞങ്ങൾ മാറാൻ തയ്യാറാണെന്ന് പറയണം. ആ രീതിയിലാണ് പറയണത്. രാഷ്ട്രീയ പാർട്ടി മാറാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അപ്പം അവർക്ക് വരെ ബുദ്ധിമുട്ടായി, സ്വന്തം ഭരണം കൊണ്ട് അവർക്ക് തന്നെ ബുദ്ധിമുട്ടായി. ആ അവസ്ഥയിലാണ് തന്നെ. അപ്പോൾ ഇപ്പോൾ BJP വന്ന ഇനി BJP വന്നൊക്കെയാണ് കുറേ ആൾക്കാർ പറയണത്. പക്ഷേ BJP കുറേ പുറത്ത് കുറേ സഹായങ്ങൾ കിട്ടുന്നുണ്ട്, നമ്മുടെ നാട്ടിലേക്ക് വന്നില്ല. നമ്മുടെ നാട്ടിലേക്ക് ഇവർ സമ്മതിക്കാത്തതാണ് എന്താണെന്ന് അറിയാൻ പാടില്ല. BJP പുറത്ത് എന്തോരം സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, ആ സഹായങ്ങളൊന്നും ഇവിടെ എത്തണില്ലല്ലോ. പക്ഷേ അത് ആരുടെ കളിയാണെന്നൊന്നും അറിയാൻ പാടില്ല. ഏതായാലും എറണാകുളം ഹൈബിയുടെ. എറണാകുളത്ത് ആർക്കാണ് വിജയ സാധ്യത? ഹൈബിയുടെ. എന്തുകൊണ്ട് ഹൈബി? കാരണം നമ്മൾ കാണുന്നതാണ് പുള്ളി ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങളും, പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ ഇവിടെ വിസിബിളാണ്. നമുക്ക് ഇവിടെ എറണാകുളം ജില്ലയിൽ പ്യുവർലി വിസിബിളാണ് ആളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്. അപ്പോൾ കൂടുതലും ചാൻസ് പുള്ളിക്ക് തന്നെയാണ്. സാധാരണക്കാരനെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു MP ആണോ? അതെ അതെ, വളരെ വളരെ ഒരു 100% പുള്ളി അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്ത് കാര്യം കൊണ്ടെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് തന്നെ ഇവിടെ നിന്നേക്കുന്നത്. വൈപ്പിൻകരയിൽ എന്താണ് ഹൈബിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് എടുത്തു പറയാൻ പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടോ? വൈപ്പിൻകരയിൽ എന്തോ ആള് നല്ലൊരു പീപ്പിൾ പേഴ്സൺ ആണ്. ഇപ്പോൾ ഒരു ലീഡറിൻ്റെ ക്വാളിറ്റി അത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിയാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഇന്നതാണ് ഇവർക്ക് വേണ്ടതെന്ന് അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. എന്താണ് ഇവിടെ വേണ്ടതെന്ന് കണ്ടുപിടിച്ച് അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എറണാകുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് നമ്മളിപ്പോൾ വിസിബിളായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 7 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? അതിനെപ്പറ്റി എനിക്ക് കമൻസ് ഒന്നുമില്ല പറയാനായിട്ട്. അല്ല, ഒരു സാധാരണ ഒരു ആളെന്ന നിലയിൽ എന്തെങ്കിലും നമുക്കൊരു അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതിന് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്, എല്ലാത്തിനും 2 വശങ്ങളുണ്ട്. അതിപ്പോൾ നമ്മളെങ്ങനെയാണ് നോക്കി കാണുന്നത് അതനുസരിച്ച്. അതെന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്യണം എന്ന് അവർ ഡെവലപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഈ സർക്കാർ വരണം എന്ന് ആഗ്രഹമുണ്ടോ, അതാണ് ഞാൻ ചോദിക്കുന്നത്. പുതിയൊരു സർക്കാർ വരട്ടെ, കോൺഗ്രസ് സർക്കാർ വന്നൊന്ന് ഭരിച്ച് നോക്കട്ടെ എന്താ സംഭവിക്കാൻ പോകുന്നത്. കാരണം പിണറായിയുടെ ഭരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഒരു പുതിയൊരു മാറ്റിച്ചിന്ത എന്തുകൊണ്ടും നല്ലതാണ്. ഇനി യൂത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ നാട്ടിൽ യുവത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണോ തെരഞ്ഞെടുപ്പുകൾ വരുന്നത്? അങ്ങനെ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഇല്ല. അങ്ങനെ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്, നല്ല രീതിക്ക്. എന്ത് മാറ്റമാണ് ഈ തരത്തിൽ? എന്തെങ്കിലും ഒരു മാറ്റം നമ്മളിപ്പോൾ യുവത്വം വരുമ്പോൾ എന്ത് മാറ്റമാണ് ആഗ്രഹിക്കുന്നത്? നമ്മളെപ്പോലെയുള്ള ഇപ്പോൾ താങ്കളെ പോലെയുള്ള അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആളുകളൊക്കെ കടന്നു വരുമ്പോൾ എന്തൊരു മാറ്റമായിരിക്കും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നത്? എല്ലാത്തിനും ഒരു വളർച്ച കാണണം, അതാണ് വേണ്ടത്. മുന്നോട്ട് എന്താണ് സംഭവിക്കാൻ പോണത് അതാണ് നമുക്ക് അറിയേണ്ടത്, അല്ലാണ്ട് ഇപ്പം എന്ത് സംഭവിക്കുന്നതല്ല. മുന്നോട്ട് ഇനി എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ഫ്യൂച്ചർ പ്ലാൻ അത് ഇപ്പോൾ നമ്മുടെ ഇവിടെ യൂത്താണ് കൂടുതലുള്ളത്. അപ്പോൾ അവരുടെ ചിന്താഗതിയായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന രീതിക്ക് വേണം വളരാനായിട്ട്, അല്ലാതെ പഴയകാല ചിന്താഗതി വെച്ചിട്ട് ഇവിടെ നടക്കത്തില്ല ഒന്നും. നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചല്ലോ, എറണാകുളത്ത് ആർക്കാണ് ഇപ്രാവശ്യം വിജയ സാധ്യത? സംസാരിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ 2 പാർട്ടീനെയും എല്ലാവരും തന്നെ വെറുത്തോണ്ടിരിക്കണേ. കോൺഗ്രസ് ഇല്ല, കോൺഗ്രസ് പോയി. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭരണം നമുക്കറിയാലോ, പെൻഷൻ പോലും കിട്ടണില്ല, സപ്ലൈക്കൊന്നും സാധനങ്ങളില്ല, ഒരിടത്തും തന്നെ ഒന്നും കിട്ടാനില്ല. നമ്മൾ പാവപ്പെട്ട ആൾക്കാർക്ക് ജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പം. ശരിക്കും പറഞ്ഞാൽ കൂലിപ്പണിക്കാരാണ്, ഇപ്പം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരാണ് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. എല്ലാവരും തന്നെ എല്ലാ മേഖലയിലും അന്വേഷിച്ചാലും അങ്ങനെയൊക്കെ തന്നെ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്നത് ഏറ്റവും താഴേക്കിടെ ജീവിക്കുന്ന ആൾക്കാരാണ് കൂലിപ്പണിക്കാർ. അവർക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ. അതുപോലെ വേറെ ഒന്നുമല്ല, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തൊഴിൽ മേഖല ഭയങ്കരമായിട്ട് സ്തംഭിച്ചിരിക്കുന്ന വർക്കുകളൊന്നും തന്നെ നടക്കണില്ല. സാധനങ്ങൾക്ക് വിലക്കയറ്റം കൊണ്ട് ഓരോരുത്തരും ഭയങ്കര ബുദ്ധിമുട്ടില്ല ഓരോ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെപ്പോലത്തെ സ്ത്രീകൾ ഇപ്പോൾ ആണുങ്ങൾക്ക് ജോലിയില്ലാഞ്ഞിട്ട് ഞങ്ങൾ സ്ത്രീകൾ ഒത്തിരി പേര് ഇപ്പോൾ ജോലിക്ക് ഇങ്ങനെ വരണ ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മൾ കൂടുതൽ സംസാരിക്കും, മനസ്സിലാക്കണം. ബസ്സിലും ജോലി സമയത്തും ജോലി സ്ഥലത്തും എല്ലാവരും പറയണത് ഈ 2 പാർട്ടിനെയും വെറുത്തിരിക്കണം എന്നാണ് പറയണത്. എല്ലാവരും പറയുന്നുണ്ട് ഒരവസരം BJPക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. വരുവാണ് നല്ലത്. ഇത്രേ പറയുള്ളൂ. മോദി സർക്കാരിൻ്റെ നല്ല നല്ല കാര്യങ്ങൾ ഓരോരുത്തരും വിലയിരുത്തുന്നുണ്ട്. അതിൻ്റേതായ ഇപ്പോൾ പെൻഷനുകളാണെങ്കിലും ഇപ്പോൾ ഓരോരുത്തർക്ക് ഇപ്പോൾ തൊഴിൽ സംരംഭങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ
നമുക്ക് മുദ്ര ലോണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒത്തിരി വനിതകൾക്കാണെങ്കിൽ ഒരുപാട് സ്കീമുകളുണ്ട്. വീടുകളില്ലാത്തവർക്ക് വീടുകൾ, അത് നമ്മുടെ ഇവിടെ ലൈഫ് പദ്ധതിയായിട്ട് അട്ടിമറിച്ചിരിക്കണേന്. ഇവിടെ ശരിക്കും 4 ലക്ഷം ആക്കിയേക്കണത് 2.5 ലക്ഷം രൂപ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെയാണ്. 50,000 രൂപ നമ്മുടെ ആരാണോ ഭരിക്കണ കോർപ്പറേഷൻ അവരാ തരണം. 1 ലക്ഷം രൂപ നമ്മുടെ സംസ്ഥാനം തന്നെ ഉള്ളു. എന്നിട്ട് അത് തന്നെ അട്ടിമറിച്ച് അവർ പറയുന്നത് 4 ലക്ഷമൊക്കെ ലൈഫ് പദ്ധതിയാക്കി എന്ന് പറയുന്നത്. ലൈഫ് പദ്ധതിയിൽ അങ്ങനെയല്ല, ഇങ്ങനെയാണ് എമൗണ്ട് വന്നത്. ഇവർ നമുക്ക് തരണതായിട്ടാണ് ഇവർ പറയണത്. പക്ഷേ ഇവിടുത്തെ സർക്കാരല്ല അത്. ശരിക്കും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയാണ് ലൈഫ് പദ്ധതിയായിട്ട് അട്ടിമറിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ നല്ല നല്ല കാര്യങ്ങളുണ്ട്, ആൾക്കാർ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ വരും എന്നുള്ളത് നമുക്കറിയില്ല. BJPക്ക് ഒരു 2-3 സീറ്റെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം കേരളത്തിൽ. ഹൈബി ഈഡനാണ് ഇവിടുത്തെ MP 5 വർഷമായിട്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയം മാറ്റി വെച്ചാൽ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തും? അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണ്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് കേന്ദ്രത്തിൽ പോയി സംസാരിച്ച് നമ്മുടേതായ കേരളത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പുള്ളിക്കാരങ്ങളെ കൊണ്ട് നടക്കണമെന്നില്ല, പുള്ളിക്കാരൻ ചെയ്യുന്നില്ല. ആരാണെങ്കിലും ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന ആൾക്കാർ കേന്ദ്രത്തിൽ പോയാൽ നമുക്ക് കേരളത്തിന് വേണ്ടി ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ആൾക്കാരായിരിക്കും. 7 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണല്ലോ കേരളത്തെ ഭരിക്കുന്നത്. ആ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഒട്ടും വിലയിരുത്തല്ല. ഇങ്ങനൊരു ഭരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഇങ്ങനൊരു ഭരണം എനിക്ക് കുറച്ച് പ്രായം കാണുമ്പോൾ അറിയാമല്ല, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ഭരണം ഞാൻ വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇങ്ങനൊരു ഭരണം അനുഭവിച്ചിട്ടില്ല. അങ്ങനെ അത്രയ്ക്ക് നിർത്തിയിരിക്കണേ ഈ ഭരണം. എറണാകുളത്ത് ആർക്കാണ് വിജയ സാധ്യത? എൻ്റെ പൊന്നെ, ആര് വിജയിച്ചിട്ടെന്തിനാ? വയസ്സന്മാർക്ക് ഒരു പെൻഷൻ പോലും ഇല്ല. അവർക്ക് ആരാണ് മരുന്ന് മേടിച്ചു കൊടുക്കണത്? നോക്കാൻ ആരുമില്ലാത്ത എന്തോരം ആൾക്കാരുണ്ടെന്നറിയാമോ ഈ ലോകത്ത്. കഴിഞ്ഞ 7 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളി ഭരണം. അല്ല, പെൻഷൻ ഇല്ലാത്ത കാലമുണ്ടായിട്ടില്ലല്ലോ ഇവിടെ. ഈ വയസ്സന്മാർക്ക് പെൻഷൻ ഇല്ലാത്ത കാര്യം, ഈ വയസ്സന്മാർ മാത്രം താമസിക്കുന്ന എന്തോരം വീടുണ്ട്. ആ വീട്ടുകാരെന്തോരം കഷ്ടപ്പെടേണ്ടെന്നറിയാമോ? 2 വയസ്സന്മാരൊക്കെ മാത്രം താമസിക്കുന്ന അനേകം വീടുകളുണ്ട്. അവർക്കിപ്പോൾ 8 മാസമായിട്ട് പെൻഷൻ പോലും ഇല്ല. ഭരിച്ച് അത്രയും കൂടെ ഭരിച്ച് കയറിയിട്ടുണ്ട്. ഒരു സാധാരണ വീട്ടമ്മ നിലയിൽ നമ്മുടെ നാട്ടിലെ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം പോലുള്ള കാര്യങ്ങൾ എങ്ങനെ ബാധിക്കുന്നുണ്ട് എന്ന് പറയും? ഒരാളുടെ ശമ്പളമൊക്കെ കൊണ്ട് എങ്ങനെ ജീവിക്കും ആൾക്കാർ? ഒന്ന് ആലോചിച്ച് ചോദിക്കണ്ടേ. പണ്ട് അരി ഉണ്ടായി, എല്ലാ സാധനങ്ങളും ഉണ്ടായി നേരത്തെ. ഇപ്പോൾ ഒന്നുമില്ല. സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ളത് 140 രൂപയുടെ വെളിച്ചെണ്ണ, അത് 138 രൂപ. റിലയൻസിന് 138 ഉള്ളു, ഇവിടെ 140. അവിടെയും ജനങ്ങളെ പിഴിയാൻ നോക്കുകയാണ്. ഇവിടെയും മനുഷ്യരെ പിഴിയണ ആൾക്കാരാ. നേരത്തെ 1 കിലോ മുളക് തന്നു വെച്ചെടുത്ത് ഇപ്പൊ 1 കിലോ മുളകാണ് തന്നത്. 1 കിലോ മുളക് കൂടുതൽ കാശിന് തരും. 1 കിലോ മുളക് കൂടുതൽ കാശിന്, മറ്റേത് 45 രൂപ വിലക്ക് തന്നെ 1 കിലോ മുളക് തരും നമുക്ക്. ഇങ്ങനത്തെ ഒരു ഭരണം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഓ എൻ്റെ പൊന്നെ, ആളുകൾ ചത്തുപോകാണ്ടിരുന്നാൽ മതി മോനെ എങ്ങനെയാണെങ്കിലും. അത്രേ പറയുള്ളൂ. കാരണം അത്ര മതിയും കൊതിയും കെട്ടിരിക്കും. ഈ പ്രാവശ്യം വോട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ വോട്ട് എനിക്ക് ചെയ്യണമെന്നേ താല്പര്യമില്ല. കാര്യം പറയാൻ ആര് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ? ആര് വന്നിട്ടും കാര്യമില്ല. നമ്മുടെ ജീവിതം ഇങ്ങനെ നമ്മുടെ കുട്ടിച്ചോറ് പോലെ കൊണ്ടു കിടക്കണ കാര്യങ്ങൾ. അല്ലാണ്ട് ഒരു മനുഷ്യൻ ഇപ്പോൾ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഈ പ്രായമായ ആൾക്കാർ ജീവിക്കുന്ന വീട്ടിൽ അവർക്ക് മെഡിസിൻ വേണം. അവർക്ക് പെൻഷനുള്ള കാര്യങ്ങൾക്ക് എങ്ങനെയെങ്കിലും സാധ്യത ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യമുള്ളത്. ജോലിക്ക് പോണവർക്കല്ല പെൻഷൻ. ജോലിയിലാണ് വീട്ടിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കാണ് പെൻഷൻ. അതാണ് ഏറ്റവും മെയിൻ കാര്യമുള്ളത്. എന്തെങ്കിലും ഇവർക്കും എക്സാം ഒക്കെ വെക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അല്ലാതെ ഇത് വേണം, ഇപ്പം ഒരു വിദ്യാഭ്യാസ മന്ത്രിയായി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത്, ഒരു കായിക മന്ത്രിയായി കഴിഞ്ഞാൽ അവർക്കൊരു എക്സാം വെച്ചിട്ട് അത് പാസ്സാവുന്നവരെ നിർത്തട്ടെ. അല്ലെങ്കിൽ എന്താണ് കായിക മേഖലയിൽ എന്തൊക്കെ ഉണ്ടെന്ന് പോലും, അല്ലെങ്കിൽ താരങ്ങളെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ പോലും കായിക മന്ത്രിയായിട്ട് ഇരിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിലല്ല, യോഗ്യത വെച്ചിട്ട് വേണം ഇനിയുള്ള മന്ത്രിമാരാണെങ്കിലും ആരാണെങ്കിലും നിയമിക്കാൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? ഗുണമേ ഉണ്ടാവുള്ളൂ. പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്നത് നല്ലതല്ല. ഇപ്പൊ പോയ മെത്തേഡ് എന്തായാലും പുതിയ അപ്ഡേഷനൊന്നും വരണില്ല. അപ്പം അതിലും ബെറ്റർ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ഇലക്ഷനുകളിൽ യുവത്വത്തിന്റെ പ്രാതിനിധ്യം എന്തുമാത്രം വേണം, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അതറിഞ്ഞാൽ ഇപ്പോൾ ഉള്ളവർ പറഞ്ഞാൽ അത്യാവശ്യം അധികം എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണ്. അപ്പോൾ അതിൻ്റെ ലെവലിലാണ് ചിന്തിക്കുന്നത് തോന്നുന്നുണ്ട്. അപ്പോൾ ചെറുപ്പക്കാർ വരണം. അപ്പോഴേ ചെറുപ്പക്കാരെ ഇതുകളും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യാനും ഇതൊക്കെ എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ മാറ്റങ്ങൾ വരണം അല്ലേ? മാറ്റങ്ങൾ വരണം. പുതിയ തലമുറ കയറി വരണം. ഇത്രയും ഏജ്ഡായിട്ടുള്ള ആൾക്കാരൊന്നും ഇനി മത്സരിപ്പിക്കരുത്. ഇല്ല, കുറച്ച് അത്യാവശ്യം കുറച്ച്
ഒരു ചിന്തിക്കാൻ കഴിവുള്ളവർ, അതായത് ചെറുപ്പക്കാർ വരണം. നമ്മുടെ നാട്ടിൽ എന്ത് മാറ്റമാണ് ആഗ്രഹിക്കുന്നത്? എല്ലാതും മാറ്റം വരണം. ഒരു മാറ്റം പറയാൻ ഇവിടെ ഒന്നുമില്ല. എല്ലാം മാറണം. സിസ്റ്റം മാറണം. സിസ്റ്റം മാറണം. എന്നാലാണ് നാട് രക്ഷപ്പെടുള്ളൂ. താങ്കളൊരു MP-യോ MLA-യോ ഒക്കെ ആയാലും എന്തായിരിക്കും ചെയ്യാൻ ആദ്യം ആഗ്രഹിക്കുന്നത്? ജനങ്ങൾക്ക് എന്താ വേണ്ടത് അത് ചെയ്തു കൊടുക്കണം. അപ്പോൾ ആ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു ഇതറിയുള്ളൂ. കാരണം ജനങ്ങൾ ഫുള്ള് ബുദ്ധിമുട്ടിലാണ്. കാരണം ജനങ്ങളെ മനസ്സിലാക്കിയിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ എന്തിനാ സ്ഥാനാർത്ഥിയാണ് പറഞ്ഞ് നിന്നിട്ട് കാര്യം? ജനങ്ങളറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടത് ചെയ്യണം. അപ്പോഴേ ഒരു സ്ഥാനാർത്ഥിയാവുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എറണാകുളത്ത് ആർക്കാണ് ഇപ്രാവശ്യം വിജയ സാധ്യത? അതെങ്ങനെ പറയാനാ വെച്ചത്? അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു വിജയ സാധ്യത ആർക്കാണെന്ന് പറയാം? എറണാകുളത്തെ കാര്യം പറഞ്ഞില്ലെങ്കിലും പൊതുവായിട്ട് ആർക്കാണ് വിജയ സാധ്യത? കോൺഗ്രസ് കൊണ്ടുപോയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള ഒരു കാര്യം? ഇപ്പൊ ഭരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അവര്. വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. അപ്പൊ ഇവര് കൊണ്ടോട്ടെ എന്ന് ചോദിച്ചു. അതാണ്, ജനങ്ങൾക്കൊരു ഉപകാരം വേണമല്ലോ. ഉപകാരം ഇല്ലെങ്കിൽ ഉപകാരമുള്ള ആൾക്കാർ വരട്ടെ, അതാണ് നല്ലത്. ഹൈബി ഈഡനാണ് എറണാകുളത്ത് നിലവിലെ MP. അദ്ദേഹത്തിന്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങളെ ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. എന്തു പറഞ്ഞാലും എന്തും ചെയ്യാനും പിടിക്കാനും ഒക്കെ നല്ല അടിപൊളിയാണ്. പാർട്ടി ബേസിലല്ല, അല്ലാണ്ട് തന്നെ എല്ലാവരും ചെയ്യും. അങ്ങനെ സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു MP ആണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരാണ്. ആ ഭരണം എങ്ങനെ നോക്കിക്കാണും? ഒന്നിനും കൊള്ളൂല, വളരെ മോശമാണ്. അങ്ങനെ പറയാനുള്ളൊരു കാര്യം ഒരു ഉപകാരമില്ല. ജനങ്ങൾക്ക് സാധാരണ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾക്ക് വില കൂടുതൽ, ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതൽ, ഒന്നിനും ഒരു ഇതില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ജീവിക്കും മനുഷ്യർ? അതുകൊണ്ടാണല്ലോ ഓരോ ആൾക്കാർ പല വിധത്തിലും ജീവിക്കുന്നത്. അപ്പോൾ അയാൾ ഇരുന്നിട്ടൊരു കാര്യമില്ല. രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം നമ്മളെ ബാധിക്കുന്നുണ്ട്. ഭയങ്കര പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട്. ഒരു ഉപകാരം ഇല്ല അയാളെ കൊണ്ട്. തുടർഭരണം വേണ്ടെന്നാ പറയണത്. അതിലെന്ത് വന്നാലും കുഴപ്പമില്ല, അയാൾ ഭരിക്കേണ്ട, അത്രേ ഉള്ളൂ. ഇത്രയും പ്രതിസന്ധികളൊക്കെ നിൽക്കുമ്പോഴും സർക്കാർ ദൂരത്തിന് കുറവില്ലെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്രയും ജനങ്ങൾക്ക് എന്തൊക്കെ ഉപകാരം ഉണ്ടായിരുന്നു. ഈ എന്തോരം അയാൾ അനാവശ്യമായിട്ട് പൈസയൊക്കെ ചിലവാക്കി ജനങ്ങൾക്ക് കൊടുത്തുകൂടെ? അത് ജനങ്ങളുടെ പൈസയാണ്. അത് അയാൾ ആർഭാടമായിട്ട് ഇത് ചെയ്തു. അതിൻ്റെ ആവശ്യമില്ല. 50% മുടക്കിയാൽ മതി. അതുപോലും ഇല്ല. ഇത് ചെയ്യണം അയാൾ. അതൊന്നും ചെയ്യാണ്ട് അയാളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി എന്തോരം പൈസ ചിലവാക്കി. അപ്പോൾ അത് അയാളുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, അദ്ദേഹത്തിനും കുടുംബത്തിനും എതിരായിട്ട് ഒരുപാട് ആരോപണങ്ങൾ, അഴിമതി, മകൾക്കെതിരായിട്ട് ഇപ്പോൾ അവസാനം വന്നു. കേന്ദ്ര ഏജൻസികൾ ഒരു ഉത്തരവിട്ടു. ഇതൊക്കെ ഇങ്ങനെ ഒരു ഭരണാധികാരിക്ക് ചേർന്നതാണോ? ഇങ്ങനത്തെ ഒരു ഭരണാധികാരി നമുക്ക് ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കേണ്ടത്, അല്ലാണ്ട് അവരുടെ വീട്ടിൽ വേണ്ടല്ല. ജനങ്ങൾക്ക് എന്താണ് പ്രയോജനം അതാണ് ചെയ്യേണ്ടത്. അതില്ലെങ്കിൽ പിന്നെ ഇതെന്തിനാണ് വേണ്ടത്? അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഐബി സാർ അങ്ങനെയല്ല. പാർട്ടി നോക്കൂല, ഒന്നും നോക്കൂല, എന്താണെന്ന് വെച്ച് ചെയ്തിരിക്കും അടിപൊളിയായിട്ട്. സൂപ്പർ, മതി. എലക്ഷൻ വരുവാണല്ലോ, ലോക്സഭാ എലക്ഷൻ. യുവാക്കൾ അല്ലെങ്കിൽ യുവത്വം ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ വോട്ടിങ്ങിലൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്ത് മാറ്റമാണ് ആഗ്രഹിക്കുന്നത്? എന്തോരോ കുറേ മാറ്റങ്ങൾ വരാൻ. അതിൽ 1-2 കാര്യങ്ങളൊന്ന് പറയാവോ? പറഞ്ഞോ, എന്താണ് മാറ്റം? ഈ സമൂഹം ഇപ്പോഴത്തെ ഒരു ഭരണം അല്ലെങ്കിൽ എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പൊതുവായിട്ട്? അല്ലെങ്കിൽ ഫുള്ള് മാറ്റങ്ങളാണ് വരുന്നത്. ഫുള്ള് ഗേൾസിനായാലും ഉള്ള പുറത്തിറങ്ങി നടക്കാനുള്ള ഫ്രീഡം ഇല്ല. ഫുള്ള് അഴിമതി അങ്ങനെയുള്ള രീതിയിലല്ലേ നടക്കണത്. വുമൺ എംപവർമെന്റ് നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? ആഗ്രഹിക്കുന്നുണ്ട്. അതിനെന്താണ് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഭരണപരമായിട്ടും? ഇപ്പം വോട്ട് ചെയ്ത് നമ്മൾ ഇതിൻ്റെ പ്രക്രിയയുടെ ഭാഗമാണ്. ഇപ്പം ഉള്ള റിസർവേഷൻ, വനിതകൾക്കുള്ള റിസർവേഷനൊക്കെ പര്യാപ്തമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നുന്നില്ല. നല്ല റിസർവേഷൻ വേണം. എല്ലാ മേഖലകളിലും എന്ത് മാറ്റമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പൊതുവായിട്ട്? താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സസ് ആയ സ്ഥിതിക്ക് ഞങ്ങൾ നല്ല എമൗണ്ട് ചിലവാക്കിയിട്ടാണ് പഠിക്കുന്നത്. പക്ഷെ അതിനനുസരിച്ചുള്ളൊരു ഇൻകം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങളുടെ ഇൻകം കൂട്ടാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ കയറുന്ന രീതിയിൽ ഒരു നല്ല മാറ്റം കിട്ടിയാൽ നല്ലതായിരുന്നു. അതായത് ഉന്നത പഠനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഫീസുകൾ വളരെ കുറച്ചുകൊണ്ട് അല്ല, നിങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ചെലവാകുന്ന കാശുകൾ കുറയ്ക്കാൻ നല്ല അതിനനുസരിച്ചുള്ള ഇൻകം ഞങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുമാതിരി തന്നെ ഇപ്പോൾ എന്താ പറയുക,
ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. ഞങ്ങൾ ആ ഓപ്പർച്യൂണിറ്റീസ് തേടിയിട്ട് പുറത്തേക്കാണ് പോകുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അതിനനുസരിച്ചുള്ള ശമ്പളം കിട്ടുന്നില്ല, അതിനുള്ള വാല്യൂയും കിട്ടുന്നില്ല. ഇപ്പം നേഴ്സിംഗ് പഠിച്ചാലും ഇപ്പം ഞങ്ങൾ പഠിച്ചിട്ട് അതിനുള്ള വാല്യൂ ഇവിടെ കിട്ടുന്നില്ല ഞങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും പുറത്ത് പോകാനല്ലേ താല്പര്യപ്പെടുന്നത്. ആ വാല്യൂ ഇവിടെ ഗവൺമെൻറ് ഓഫീസിലും എല്ലാ മീൻസ് അവർ സർക്കാർ തരാണെങ്കിൽ ഇവിടെ നിൽക്കും, ഇവിടെ അവർക്ക് ആ ഇൻകം ടാക്സ് ആയിട്ടും കിട്ടുമല്ലോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു മാറ്റങ്ങളാണ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലേ? താങ്കൾക്ക് അത് തന്നെ ഞങ്ങൾ പാരാമെഡിക്കൽ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ അതായിരിക്കും ഞങ്ങളുടെ, അതായത് പഠിച്ചു കഴിഞ്ഞ് നാട്ടിൽ നിൽക്കാൻ അതെല്ലാവർക്കും അറിയുന്നവരാണ്. ഒരുപാട് കുട്ടികൾ പഠിക്കാനാണെങ്കിലും ജോലിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം ഇവിടെയുള്ളവർ ചിന്തിച്ചാൽ തന്നെ അവർക്ക് മനസ്സിലാവും. ഇവിടെ ജോലി ചെയ്യുന്നതും അവിടെ ജോലി ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ ജീവിത സാഹചര്യം. അതുപോലെ ഇവിടെ കിട്ടണം പെട്ടെന്നൊന്നും നടക്കില്ല എന്നും അറിയാം. പക്ഷേ എന്നാലും കുറച്ചുകൂടെ സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷൻ ആണെങ്കിലും അതുപോലെ ഫീസ്, സ്കോളർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ റിസർവേഷൻ ഇല്ലാത്തൊരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ എപ്പോഴും ഒരുപാട് നല്ല സാഹചര്യം ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയുള്ളവരെയും കൂടി ഉയർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ ഈ വലിയൊരു കൊഴിഞ്ഞുപോക്ക് ചിലപ്പോൾ കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ യുവത്വത്തിൻ്റെ പ്രാധാന്യം കൂട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ പ്രായമായ ആളുകളാണോ അല്ലെങ്കിൽ അല്ല, മീൻസ് യങ്സ്റ്റേഴ്സിനാണ് ഇപ്പോൾ കൂടുതൽ ഐഡിയാസും കാര്യങ്ങളും ഉള്ളത്. അവർ വരുമ്പോഴല്ലേ കൂടുതൽ ഔട്ട്കം ഉണ്ടാവുള്ളൂ. അത് മാറ്റണം. ഇപ്പോൾ വയസ്സായവരും മീൻസ് ആ കാലത്തുള്ള ചിന്താഗതി വെച്ചിട്ട് ഇപ്പോൾ ഫുള്ള് നടക്കുന്നത്. ഞങ്ങളുടെ മീൻസ് ഇപ്പോൾ ഓൾമോസ്റ്റ് പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ളത്. അവർക്കാണ് മീൻസ് ഇനി ഈ രാജ്യം കൂടുതൽ ആവശ്യമുള്ളത്. അപ്പോൾ അവർക്കല്ലേ അവരുടെ കാര്യങ്ങൾ അറിയുന്ന യങ്സ്റ്റേഴ്സ് വേണമല്ലോ ഇനി ഇലക്ഷൻ ചെയ്ത് വോട്ട് ചെയ്ത് ഇനി ഇതായിട്ട് വരാൻ വേണ്ടിയിട്ട്. കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി വരണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. അതിനായിട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടോ? എനിക്കാ അങ്ങനെയല്ല, രാഷ്ട്രീയപരമായിട്ടല്ല, അങ്ങനെ ഒരു മുഖ്യമന്ത്രി വരണം, അതിനു വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. അല്ല, അതിനു വേണ്ടിയിട്ട് ഒരു പാർട്ടിയല്ല, രാഷ്ട്രീയമല്ലാണ്ട് പ്രവർത്തിക്കുമോ? അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ പ്രവർത്തിക്കും അല്ലേ? അല്ല, രാഷ്ട്രീയമല്ല. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ലേ? ഏപ്രിൽ 26 കേരളത്തിൽ. ഇക്കുറി എറണാകുളത്ത് ആർക്കായിരിക്കും വിജയം? ചാൻസ് കൂടുതലും ഹൈബിയാണ്. പിന്നെ മറ്റേ ടീച്ചറിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല. പിന്നെ രണ്ടാമത്തെ ഇതിൽ BJP ഒരു ചാൻസ് ഉണ്ട്. ആളെ നിർത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെ കൂടുതലും ചാൻസ് ഹൈബിക്ക. എന്തുകൊണ്ടാണ് ഹൈബിയുടെ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ നല്ല പ്രവർത്തനമൊക്കെ ഇവിടെ ഇടയ്ക്ക് കാഴ്ചവെക്കുന്നുണ്ട്. അതിൽ കൂടുതൽ എനിക്കറിയില്ല. ചെയ്യുന്നുണ്ട് പുള്ളി കാര്യങ്ങളായിട്ടുള്ളത്, എല്ലാത്തിലും ഓടി എത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തിൽ എറണാകുളത്തുകാരൊക്കെ തൃപ്തരാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഹൈബിയുടെ പ്രവർത്തനം? അത്രയും ഇല്ലെന്നും വേണമെങ്കിൽ പറയാം, ഉണ്ടെന്നും പറയാം. ഇപ്പോൾ രണ്ടും ഇതല്ലേ എന്നുവെച്ചാൽ പല പാർട്ടിക്കാരും പല ഇത് പറയുന്നുണ്ട്. നമുക്കിപ്പോൾ വേറൊരു പാർട്ടിക്കാരൻ്റെ അടുത്ത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പുള്ളി നേരെ തിരിച്ചേ പറയുള്ളൂ. അതേപോലെ ഞാനും പറയുന്നു. അല്ല, എന്നാലും പൊതുവേ നമ്മളൊരാളെ വിലയിരുത്തണമല്ലോ. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വിലയിരുത്തുമ്പോൾ ഒരു MP, ഇപ്പോൾ ജനപ്രിയരായിട്ടുള്ള പല രാഷ്ട്രീയ പാർട്ടികൾ വിശ്വസിക്കുന്നവരാണെങ്കിലും ജനപ്രിയരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിമാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും ഒക്കെ ജനപ്രീതി പിടിച്ചു പറ്റുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ. അപ്പോൾ ആ തരത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഹൈബി എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഹൈബിയുടനാണ്. വേറെ എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. ഇവർ ഈ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയില്ല കുറേ പേർക്ക്. പുതുമകൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയായിരുന്നു, ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ ഇതേപോലെ തന്നെ ആയിരുന്നു, ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്ത്. ഇപ്പോഴും അതേപോലെ തന്നെ നേരെ തിരിഞ്ഞു വരും. ഹൈബി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾ തന്നെയാണ്. അതാണ് ഞാൻ കൂടുതൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 7 വർഷമായിട്ട് കേരളത്തിൽ ഭരണം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ആ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ? ഭയങ്കര മോശം, വളരെ മോശം. ഇങ്ങനെയല്ല, ആദ്യത്തെ ഭരണത്തിനെക്കാട്ടും രണ്ടാമത്തെ ഭരണം വന്നപ്പോൾ ഭയങ്കര മോശമായിപ്പോയി. ആദ്യത്തെ പിന്നെയും കൊള്ളായിരുന്നു, രണ്ടാമത്തെ അതിലും മോശമായിപ്പോയി. ഭയങ്കര ഇതാണ്. എന്താണ് ഒരു സാധാരണക്കാരൻ അങ്ങനെ പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്താണ്? പലർക്കും പെൻഷൻ്റെ പ്രശ്നമുണ്ട്. എൻ്റെ അച്ഛന് തന്നെ പെൻഷൻ കിട്ടിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റോഡുകളുടെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവരുടെ ഓരോ സ്വർണ്ണ ഇതിൻ്റെ ഇതൊക്കെ വരുന്നുണ്ടല്ലോ. ഇതിപ്പോൾ പറയുമ്പോൾ സ്വർണ്ണ കള്ളക്കടത്ത്, ഡോളർ കടത്ത്, ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ, അല്ലെങ്കിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരായിട്ട് മാസപ്പടി വിവാദം പോലും മകള് മാസപ്പടി വിവാദത്തിൽ പെട്ടിരിക്കുകയാണ്. നമ്മുടെ സർക്കാർ ഇത്രയും പ്രതിസന്ധി, സാമ്പത്തികമായിട്ട് ഇത്രയും പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ദൂരത്തിനൊട്ടും കുറവുമില്ല. ഇതുപോലെ അഴിമതി ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക? അതെനിക്ക് അല്ല, ഇപ്പോൾ പറഞ്ഞല്ലോ അവർക്കെതിരെ വരുന്ന കള്ളക്കടത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഇതൊക്കെ ഒരു തരത്തിൽ നമ്മുടെ കുറേ പേര് പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് സത്യാവസ്ഥ നമുക്ക് ജനങ്ങൾക്ക് പോലും അറിയാൻ പാടില്ല ഇപ്പോഴും.
പല ആൾക്കാർക്കും അറിയാമുള്ള പലതും ഭയങ്കരമായിട്ട് ഹൈപ്പായിട്ട് പറയുന്നു മാത്രമേ ഉള്ളൂ. അതിനകത്ത് എനിക്കറിയാവുന്ന കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ എനിക്ക് തോന്നിയില്ല, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു, ഏപ്രിൽ 26-നാണ്. അതെ അതെ, ആർക്കായിരിക്കും എറണാകുളത്ത് ഇപ്രാവശ്യം വിജയ സാധ്യത? ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഷൈൻ ടീച്ചറാണ് ഞാൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഷൈൻ ടീച്ചർ? സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാമല്ലോ, ഇടതുപക്ഷം ആണ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ലോക്സഭയിൽ പോലും ഇടതുപക്ഷ എം പികൾ അവർ കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്നവരല്ല, അവർക്ക് അവരുടേതായ ഒരു നിലപാടുള്ളവരാണ്. കോൺഗ്രസ് ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി പോലുള്ള 1-2 ആളുകളുടെ അപ്പുറത്തേക്ക് നിലപാടുള്ളവരുടെ എണ്ണം കുറവാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു വിശ്വാസത്തോടെ ഏൽപ്പിക്കാൻ പറ്റുന്നത് അവരായതുകൊണ്ട് ഷൈൻ ടീച്ചർ തന്നെ വരണമെന്നാണ് ആഗ്രഹം. അങ്ങനെ വരുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 5 വർഷം ഹൈബി ഈഡനാണ് നിലവിൽ എറണാകുളത്തെ എം പി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നുണ്ട്? ഹൈബി സാമാന്യം നല്ല തരക്കേടില്ലാത്ത ഒരു എം പി ആയിരുന്നു. പാർലമെൻറ്റിലകത്തും പുറത്തും നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വ്യക്തിത്വമാണ്, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരാളാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണമാണ്. അതെ, അതിനെങ്ങനെ വിലയിരുത്തുന്നതാണ്? അല്ല, ഇതിപ്പോൾ ലോകസഭ അല്ലേ? അല്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നിയമസഭയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പ്രസക്തി ഇല്ലല്ലോ. ലോകസഭയുടെമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള ഒരു ഇലക്ഷനാണല്ലോ. ആണ്, പക്ഷേ നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. അതെ, കേരളത്തിൽ നമ്മളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന ഒരു സർക്കാർ എന്ന് പറയുന്നത് ഇടതുപക്ഷമായിട്ടുള്ള. അല്ല, ഞാൻ പറയുന്നത് നിയമസഭയിലേക്കുള്ള ഒരു ഇലക്ഷൻ അല്ലല്ലോ. അല്ല, പക്ഷേ ഇത് പ്രതിഫലിക്കില്ലേ? ഈ സർക്കാർ മാറുന്നതുമായി പെട്ട യാതൊരു ഇതുമില്ല. ഇപ്പോൾ 20 പേര് ഇലക്ട് ചെയ്യപ്പെട്ടാലും, ഇപ്പോൾ ഇടതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും ഇലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും ഈ വരുന്ന സർക്കാരിനെ യാതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. അപ്പോൾ സർക്കാരുടെ നന്മതിന്മകളൊക്കെ വിലയിരുത്തപ്പെടുന്ന വരുന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ലോകസഭയിലുള്ള പ്രവർത്തന മികവാണ്. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP ഒക്കെ നടത്തിയ പ്രസംഗങ്ങളൊക്കെ 100 പ്രസംഗങ്ങൾ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. ശക്തിയുക്തം എതിർത്ത് അമിത്ഷാ മുമ്പിൽ നിന്ന് മുട്ടുപറിച്ച പ്രസംഗങ്ങൾ വരെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളാണ് അവിടെ വേണ്ടത്. അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒരു ഉറച്ച മുമ്പ് ഇടതുപക്ഷം 2014 ഉണ്ടായിരുന്ന സമയത്ത് 70 അത്രയും ആളുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഇന്ത്യയിൽ മൊത്തത്തിലൊരു നിലപാടുണ്ട്. ആ ഒരു നിലപാടുകൾ വീണ്ടും വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒരു ഇടതുപക്ഷ അനുഭവം എന്ന നിലയിൽ. അതായത് ഞാൻ അങ്ങനെ ചോദിക്കേണ്ട സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഇടതായാലും വലതായാലും ചിന്തിക്കുന്നത് തങ്ങളുടെ ഇപ്പോഴത്തെ ഭരണത്തെ ഇപ്പോൾ ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ, എവിടെ ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് അത് സർക്കാരിൻ്റെയും കൂടി വിലയിരുത്തലാകും എന്നുള്ളതാണ് എല്ലാവരും തന്നെ പറയുന്നത്. അങ്ങനെ പറയപ്പെടുന്നത് ചോദിച്ചത് അല്ല, ആ അർത്ഥത്തിൽ പറയപ്പെടുന്നത്. പക്ഷേ ഓരോ ഇലക്ഷനും ആ ഇലക്ഷൻ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ്. സ്വാഭാവികമായിട്ട് ഇത് ലോകസഭയ്ക്ക് വേണ്ടിയുള്ള ഇലക്ഷനാണ്. അപ്പോൾ ലോകസഭയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ചു നിൽക്കുന്നവരെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് കാര്യം. ഇവിടെ ഇപ്പോൾ സർക്കാർ മാറുന്ന യാതൊരുവിധ നടപടി നടക്കുന്നില്ല. ലോകസഭയിലേക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തിൽ 20 പേര് വന്നു കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്നൊരു ഇടിമുഴക്കം അത് വളരെ വലുതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേന്ദ്രത്തിൽ BJP സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും രാഷ്ട്രീയക്കാരെയൊക്കെ ED ഒക്കെ ഉപയോഗിച്ച് അവർ വേട്ടയാടുന്നുണ്ട്. അതെ, കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊക്കെ എതിരായിട്ട് ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അതെ, ഏറ്റവും ഒടുവിലായിട്ട് മാസപ്പടി വിവാദം അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയൊക്കെ വന്നല്ലോ. അതെ അതെ. എന്നിട്ടും BJP സർക്കാർ അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തൊടാനോ അല്ലെങ്കിൽ ഇവിടെ ആ ഒരു അന്വേഷണത്തിനും അവർ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? അവർക്ക് അന്വേഷണം വന്നിട്ട് റിസൾട്ട് കിട്ടാത്തതുകൊണ്ട് തീർച്ചയായിട്ടും റിസൾട്ട് അവർക്ക് കിട്ടുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും സ്വർണ്ണക്കടത്ത് പോലുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ EDയുടെ ഒരുപാട് കേസുകളിൽ വന്നിട്ടുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് BJP സർക്കാരിൻ്റെ നിലപാട് അറിയാമല്ലോ. EDയുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു അന്വേഷണത്തിൽ തരുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവരതിൽ പിടിച്ച് കയറും. അപ്പോൾ അവർക്ക് ഇതുവരെ ഒന്നിലും റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ മുമ്പോട്ട് പോകാത്തത്. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് കാര്യം ഗവർണർ ഉപയോഗിച്ചും മറ്റു പല കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് കേരള സർക്കാർ വിലക്കാൻ ഒരുപാട് കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷണത്തിൽ റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരിങ്ങനെ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു തരുമ്പെങ്കിലും റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സർക്കാരിനെ അവർ പിടിച്ചുലക്കുക തന്നെ ചെയ്യും. കാര്യം അവർ ഗവർണർ വെച്ചൊക്കെ അത്രത്തോളം കളി കളിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറയുക, മായം വന്നിട്ടില്ല എന്നാണ്. നിലപാടുകളിലൊന്നും മായം വന്നിട്ടില്ല. ഈ പറഞ്ഞ അന്വേഷണങ്ങളൊക്കെ പുകമറ മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും ആരോപണങ്ങളൊക്കെ നിൽക്കുമ്പോഴും പിണറായി വിജയൻ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല. ഇതേ സമയത്ത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾക്കെതിരെ വലിയ ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹം സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ടാണ് അതിനെതിരെ പ്രതികരിച്ചത്. നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനത്തെ ഒരു നിലപാട് സ്വീകരിക്കുക അല്ലെങ്കിൽ അതിനോട് വ്യക്തമായിട്ട് പ്രതികരിക്കാതെ ചെയ്യാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി കൂടിയാണല്ലോ. കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ടതാണ്.
ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാ വശവും കൂടി നോക്കുന്നതാണ്. ആരോപണം വന്നുകൊണ്ടുകൊണ്ട് ഒരു മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എത്ര മുഖ്യമന്ത്രിമാർ സ്ഥിരമായിട്ട് ഭരിക്കുന്നവരുണ്ടാകും? കാര്യം നിരന്തരം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ആണെങ്കിലും കരുണാകരനാണെങ്കിലും മുമ്പുണ്ടായിരുന്ന ഏത് മുഖ്യമന്ത്രി ആണെങ്കിലും ആരോപണങ്ങൾ നിജസ്ഥിതി വെളിപ്പെടും. ഇപ്പോൾ SFHO എന്തോ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് വരട്ടെ, അല്ലെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു വെർഡിക്റ്റ് വരട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ED മറ്റുള്ളവരുടെ റിസൾട്ട് വരുമ്പോഴാണല്ലോ നമുക്ക്. അങ്ങനെ റിസൾട്ട് ഇതുവരെ വരാത്ത സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് ഇതൊരു അന്വേഷണം മാത്രമാണ്. ഒരു അന്വേഷണം വന്ന് രാജിവെക്കുക എന്നുള്ളത് അത് എന്താ പറയുക, ഒരു ശക്തനായ ഒരു നേതാവിൻ്റെ നിലപാടല്ലല്ലോ. അദ്ദേഹത്തിൽ വിശ്വാസമുള്ളതുകൊണ്ട് രാജിവെക്കുന്നില്ല എന്ന് കരുതുന്നു. 7 മാസമായിട്ട് നമ്മുടെ പെൻഷൻ്റെ പ്രശ്നങ്ങളുണ്ട്, രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം, സർക്കാർ ജീവനക്കാർക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് ശമ്പളം പോലും മുടങ്ങിയല്ലോ അതെ നമ്മുടെ നാട്ടിൽ. ഇതിനെയൊക്കെ എങ്ങനെയാണ് താങ്കളൊന്ന് വിലയിരുത്തുന്നത്? അല്ല, അതിൻ്റെ മറുവശം കൂടി ആലോചിക്കണമല്ലോ. ഇപ്പോൾ കേരളം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം കേന്ദ്രത്തിനെതിരെ പൈസ കിട്ടുന്നില്ല എന്ന കാര്യത്തിന് വേണ്ടി കേസിന് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ കിട്ടുന്നില്ല. ഇത്രയധികം കോടി കിട്ടാതിരിക്കുമ്പോൾ ഭരണം സ്തംഭിക്കും, ആ നിലയിലെത്തും. ഈ പെൻഷൻ എന്ന് പറയുന്നത് കയ്യിൽ കാശുള്ളപ്പോൾ കൊടുക്കുന്നതാണല്ലോ. ഇത്തരം കേരളം സാമ്പത്തികപരമായിട്ട് ആ രീതിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത്. ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളെ എൻ്റെ വീട്ടിലുൾപ്പെടെയുള്ള ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. എന്നിരുന്നാൽ പോലും സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കേന്ദ്രഭരണം വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് MP ഇലക്ഷനിൽ എന്താ പറയണ്ട ഷൈൻ ടീച്ചർ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ, ആർക്കാണ് എറണാകുളത്ത് വിജയ സാധ്യത? മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പറയാം. മൊത്തത്തിലോ? അത് മൊത്തത്തിലെങ്കിൽ മൊത്തത്തിൽ പറയാം. എറണാകുളത്തെ പറഞ്ഞില്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിനൊരു നല്ല നേതൃത്വം ഇല്ലാത്തതുകൊണ്ട് കോൺഗ്രസ് കയറാൻ ചാൻസ് ഇല്ല. വീണ്ടും LDF തന്നെ അധികാരത്തിൽ വരും. കുറച്ച് എന്താ പറയുക, ഒരു സിനിമാറ്റിക് സെറ്റപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫാൻ ബേസ് അല്ലെങ്കിൽ അങ്ങനെ കുറേ സംഭവങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോൾ വീണ്ടും LDF തന്നെ അധികാരത്തിൽ വരും. നമുക്ക് അവരുടെ ലാസ്റ്റ് ഭരണമായിരിക്കും. ചിലപ്പോൾ ഒരു BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിലയിരുത്താനുള്ള ഒരു സാഹചര്യം? എല്ലാവരും കോമൺ മാൻ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. അതായത് ഇവിടുത്തെ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് എല്ലാവരും ചിന്തിക്കണം. പിന്നെ എന്താ പറയുക, എല്ലാവരും ജാതി മതമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും വോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അത് തന്നെ പറയും. എല്ലായിടത്തും ഈ ജാതിയും നമ്മുടെ സവർണർ എന്നൊക്കെ തന്നെ എല്ലാവരും പറയണത്. അതില്ല എന്ന് പറയുന്ന പാർട്ടിക്കാരും ഇല്ല അത് തന്നെ പറയണം. അപ്പോൾ എന്തായാലും അങ്ങനെ ഈ ഒരു രീതിയിലാണ് എനിക്ക് തോന്നണത്. അങ്ങനെയാണെന്നുള്ളത് കണ്ടറിയാം. സ്ഥാനാർത്ഥികൾ പോലും വോട്ടിന് വേണ്ടിയിട്ട് തങ്ങളുടെ രീതികൾ മാറ്റുന്നൊരു അല്ലേ? അതൊക്കെ എന്താ പറയുക, അത് പുതിയ രീതിയിൽ ചെയ്യണമെന്നുള്ളൂ. പഴയ പണ്ട് ചെയ്യുന്ന പോലെ തന്നെ പ്രവൃത്തികളൊക്കെ അത് തന്നെയാണ്, പുതിയ രീതിയിൽ ചെയ്യണമെന്നുള്ളൂ. കഴിഞ്ഞ 7 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും? മഹാമോശം. ഒറ്റ വാക്കിൽ മഹാമോശം. അതിനൊരു എന്താണ് അങ്ങനെ പറയാനുണ്ടായ ഒരു ചെയ്തോ വികാരം? പറയേണ്ട കാരണം വെച്ചാൽ ഒരുപാട് കേസുകളുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ പല രീതിയിൽ ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരുപാട് വിലയിരുത്തേണ്ടി വരും. ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ 1-2 പോയിന്റ്സ് ആയിട്ട് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ ഒരു പ്രതിഷേധമാണല്ലോ. സാധാരണക്കാരൻ്റെ പ്രതിഷേധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാറുകൾ തുറക്കില്ല, എന്താ പറയുക സ്കൂളുകൾ തുറക്കുമെന്ന് പറഞ്ഞു. ഒരുപാട് ബാർ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം കൊണ്ട് വിലക്കയറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എല്ലാത്തിനും വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഇലക്ഷൻ വരുന്ന സമയങ്ങളിലാണ് നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരുന്നത്. പിന്നെ കേന്ദ്രത്തിൻ്റെ കാര്യങ്ങൾ അവരുടേതാക്കി മാറ്റുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ അവരും ചെയ്യുന്നത് ഈ കാര്യങ്ങൾ തന്നെ. അപ്പോൾ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുന്നില്ല. കേന്ദ്രത്തിലും വില കൂടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പെട്രോളും കാര്യങ്ങളും വില കൂട്ടുന്നുണ്ട്. കൂട്ടിയതിന് ശേഷം ഇലക്ഷൻ വരുമ്പോൾ വില കുറയ്ക്കുക. പിന്നീട് എന്താ പറയുക, ഇപ്പോൾ ഈ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അല്ലെങ്കിൽ ഒരു സീറ്റ് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ 6 ലൈനൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു കാര്യമാണ്, ബാക്കിയുള്ള എങ്ങനെയാണെന്ന് അറിയില്ല. ഈ CPM-ന് കുറച്ച് കാലം മുമ്പ് പ്രത്യയശാസ്ത്രങ്ങളുണ്ടായിരുന്നു. കാലത്തിനനുസരിച്ച് അവരത് മാറ്റിയിട്ടാണ് അതിനെല്ലാം ന്യായീകരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ ബാറുകൾ തുറക്കില്ല എന്ന് പറഞ്ഞ് തുറന്നു, സ്കൂളുകളുടെ കാര്യം അല്ലെങ്കിൽ വിലക്കയറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അന്ന് പറയുന്നത് ഞങ്ങളിതൊക്കെ ചെയ്യില്ല എന്ന് പറയും. ഇപ്പോൾ പറയുന്നത് കാലത്തിൻ്റെ ആവശ്യമാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഈ ബാർ തുറക്കണം അങ്ങനെയാണല്ലോ അവർ പറഞ്ഞു പറ്റുന്നത്. അല്ല, പറഞ്ഞത് എനിക്കറിയില്ല. പക്ഷേ അതൊക്കെ ഇത് കോമൺ സെൻസുള്ള ഒരാൾക്ക് ആലോചിച്ചാൽ മതി. ഈ ബാർ തുറക്കുന്നതുകൊണ്ട് കാലത്തിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ വേറെ വ്യവസായങ്ങൾ അല്ലെങ്കിൽ വേറൊരു സോഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് എന്താ പറയുക, ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് വേറെ പരിപാടികളൊന്നുമില്ല. ആകെ ഉള്ളത് ഈ കാണുന്ന ലോട്ടറിയും എന്താ പറയുക മറ്റേ നമ്മുടെ മദ്യം തന്നെയുള്ളൂ. വേറെ എന്തെങ്കിലും സോഴ്സ് ഉണ്ടാക്കിയെടുത്തെങ്കിൽ ഇപ്പോൾ മറ്റേ പുള്ളിക്കാരനുണ്ടല്ലോ 2020 ആൾ ഇവിടെ ഒരു കമ്പനി തുടങ്ങിയ സമയത്ത് എന്താ പറയുക ഒരുപാട് സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് പുള്ളി പറഞ്ഞാണ്. അത് വിശ്വസിച്ച് പുള്ളിനെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ജോലി കിട്ടിയാണ്. ഒരു തൊഴിലാളി പാർട്ടി എന്ന് പറയുമ്പോൾ തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അവരൊരു പാർട്ടിയായിട്ട് കണ്ടെടുത്തിട്ട് അവരെ മാക്സിമം ഇവിടെ നിന്ന് പുറത്തേക്കാക്കി അവർ പുറത്ത് പോയി ചെയ്യുന്നു. അവിടെ ഒരു 6 പേർക്ക് അല്ലെങ്കിൽ 100 പേർക്ക് ജോലി കിട്ടുമ്പോൾ അത് അവിടെയാണ് പോയത്. കേരളത്തിലെ ആൾക്കാർക്കെല്ലാം നഷ്ടപ്പെട്ടത് ജോലി.
കേരളത്തിൽ കഴിഞ്ഞ 7 മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല. രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം, ചരിത്രത്തിൽ ആദ്യമായിട്ട് സർക്കാർ പക്ഷേ പെൻഷൻ കിട്ടാതിരിക്കില്ല. കാരണം വെച്ചാൽ ഇലക്ഷൻ ആയതുകൊണ്ട് എന്തായാലും പെൻഷൻ കിട്ടും. അതെ, അതിന് ഓർഡർ ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റവും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും മുടങ്ങിയ ഒരു അവസ്ഥ. ഈ അവസ്ഥയിലും LDF വരും എന്നുള്ള ആദ്യമേ പറഞ്ഞല്ലോ, ചിലപ്പോൾ LDFനാണ് ചാൻസ് എന്നുള്ളത്. ചിലപ്പോൾ LDF വരും. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷനൊക്കെ അവർ അവരുടേതായ പേഴ്സണൽ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ എന്തൊരു ഈ സിനിമകൾ കണ്ടിട്ടൊക്കെ ഒരു ഇതിൽ അവർ ഈ ഇടതുപക്ഷത്തോട് ഭയങ്കര ഒരു ആഭിമുഖ്യം കാണിക്കണം. നിങ്ങൾക്ക് തന്നെ അറിയാം എന്തോരം സിനിമകൾ ഇറങ്ങുന്നത്. സിനിമകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പല കോളേജിൽ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പിള്ളേരൊക്കെ ഹീറോയിസം കാണിക്കാൻ പറ്റുന്നതൊക്കെ ഒരു തരത്തിലുള്ളൊരു രാഷ്ട്രീയത്തിലൂടെയാണ് കാണിക്കണം അവർ ഹീറോയിസം. അങ്ങനെ എന്താ പറയുക, തീർച്ചയായിട്ടും അവർ തന്നെ വരും. കാരണം അവർ ചിന്തിക്കുന്നില്ല, പിള്ളേർ എന്താ പറയുക കുറച്ച് കഴിയുമ്പോൾ ഇപ്പം ഞാനും എന്താ പറയുക ആ രീതിയിലൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയത്ത് നമ്മളും ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക ഇതൊരു വലിയ സംഭവമാണല്ലോ. പക്ഷേ ഇപ്പോൾ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾക്കും കുടുംബത്തിനെതിരായിട്ടും ഒരുപാട് ആരോപണങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടൊന്നാണ് മാസപ്പടി വിവാദം. അതിന് മുമ്പ് സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, അങ്ങനത്തെ വിവാദങ്ങളൊക്കെ ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായിട്ടും അതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾക്കെതിരെ ആരോപണങ്ങളൊക്കെ വരുന്നത്. അന്ന് അദ്ദേഹം രാജിവെച്ചിട്ടാണ് ഇതിനൊക്കെ പ്രതികരിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു മനോഭാവം പുലർത്തുന്ന ഒരു ഭരണാധികാരി നമുക്ക് അനുയോജ്യനാണോ? ഇപ്പോൾ താങ്കളുടെ ക്വസ്റ്റ്യൻ എന്താ ഭയങ്കര പിൻ പോയിൻറ്റഡ് ആയിട്ട് ചെയ്യണവരുണ്ട്. ഞാൻ എന്തായാലും മുഖ്യമന്ത്രി പിൻ പോയിൻ്റ് ചെയ്തിട്ട് ഞാൻ പറയില്ല. പക്ഷെ എന്നിരുന്നാലും മഹാമോശമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു സരിത എന്നുള്ളൊരു കേസ് കൊണ്ടുവന്നിട്ടാണ് മാത്രം ചെയ്തത്. അപ്പോൾ അതേപോലെ എന്തൊരു സ്വർണ്ണക്കടത്ത് ഒരു സംഭവം വരുമ്പോൾ അതൊരു കേസായിട്ട് പുള്ളിന് രാജിവെക്കണമായിരുന്നു. കാരണം അത്രയും ഒരു കേസ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇനി വീണ്ടും കയറാതിരിക്കാനായിട്ട് UDFൻ്റെ എന്തെങ്കിലും കേസ് കൊണ്ടുവരിക അല്ലെങ്കിൽ BJPക്കാരുടെ എന്തെങ്കിലും കേസ് കൊണ്ടുവരിക എന്നല്ലാതെ ഇവർക്ക് ഇവരുടേതായ ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. അവർ ജയിക്കുന്ന ഞാൻ വീണ്ടും പറയണമെന്ന് വെച്ചാൽ ഇതേപോലുള്ള എന്താ കുറച്ച് ചിന്തിക്കാതെ അല്ലെങ്കിൽ ഒരു ഫാൻ ബേസിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ടായിരിക്കും മാത്രം ഒരു കയറുക. അല്ലാതെ ഭരണ നേട്ടം കൊണ്ട് ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ SIFO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ, അതുപോലും ഉത്തരവിട്ടു അന്വേഷണത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായിട്ട്. എന്നിട്ടും BJP തൊടാൻ, അതായത് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ പറയുമെങ്കിലും തൊടുന്നില്ല ഒരു കാരണവശാലും. മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും ഈ പറഞ്ഞ ആരും വന്നാലും സാധാരണക്കാരൻ്റെ രക്ഷയില്ല എന്നുള്ളത് അതും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യമാണ്. ഇവരൊക്കെ ഇന്റർ കണക്ഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും. യുവത്വം വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. എന്താണ് താങ്കൾ അതിനെപ്പറ്റി ഒരു നിലവിലിപ്പോൾ ഞാൻ വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടില്ല എന്ന് പറയാം. കാരണം ഞാനിപ്പോൾ ഈ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എതിരായിട്ട് ചെയ്യേണ്ടി വരും. എന്ത് പിണറായി സർക്കാരിനെ അല്ലെങ്കിൽ LDF സർക്കാരിനെ പറഞ്ഞിട്ട് ഞാൻ അവർക്ക് വോട്ട് ചെയ്യേണ്ടി വരും. അതെനിക്ക് എൻ്റെ മനസാക്ഷിയെ മാറ്റി പറയണം. മറ്റേ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിന് നല്ലൊരു നേതൃത്വം ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്കും വോട്ട് ചെയ്താൽ അപ്പോഴും പ്രശ്നമാണ്. BJP എന്ന് പറഞ്ഞാൽ പേഴ്സണലി ഞാനിപ്പോൾ ഇത്രയും BJP കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് മൊത്തത്തിൽ വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ എൻ്റെ നാട്ടിൽ നിൽക്കുന്ന ഒരു പേഴ്സണൽ സെറ്റപ്പിൽ അവർ പ്രക്രിയയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വീണ്ടും എല്ലാം പ്രതീക്ഷയാണല്ലോ. അതെ, ഈ നാട്ടുകാരെ മുഴുവൻ ചെയ്തേക്കുന്ന പ്രതീക്ഷയാണ്. ഇനിയും പ്രതീക്ഷയായിരിക്കും. ആ പ്രതീക്ഷയുടെ പുറത്ത് ഞാൻ വോട്ട് ചെയ്യും. ഇലക്ഷൻ പ്രഖ്യാപിച്ചു ഏപ്രിൽ 26-നാണ്. എറണാകുളത്ത് ആർക്കാണ് ഇപ്രാവശ്യം വിജയസാധ്യത? വിജയസാധ്യത മിക്കവാറും കോൺഗ്രസിനായിരിക്കും. പക്ഷേ പ്രോബിലിറ്റിയിൽ എനിക്ക് LDF വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് LDF? നമ്മൾ പാർലമെൻറ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പാർലമെൻറ്റ് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണുള്ളത്. അപ്പോൾ അത് അവിടെ ഒരു ഇപ്പോൾ സാഹചര്യത്തിൽ ഒരു പ്രതിപക്ഷമായിട്ട് നിൽക്കാനായിട്ട് കോൺഗ്രസ് പറ്റിയിട്ടില്ല. നിങ്ങൾക്കറിയാവുന്നതാണല്ലോ, എത്രയോ കോൺഗ്രസ് ആൾക്കാരുകളാണ് മറ്റുള്ള പാർട്ടിയിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ പ്രതിപക്ഷമാവാൻ ഒരു കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ നല്ല പ്രതിപക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അവിടെ കോൺഗ്രസ് ഉണ്ടെന്ന് LDF ഉണ്ടെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ കേരളത്തിൽ LDF, കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഇവരുടെ കൂട്ടുകക്ഷിയാണ്. അപ്പം അതിൻ്റെ പ്രസക്തി എന്താണ്? ഇപ്പോൾ നിങ്ങൾ CAA പോലുള്ള നിയമം വന്ന സമയത്ത് 100 പേരിൽ എത്ര പേര് പ്രതികരിച്ചെന്ന് അറിയും. പ്രതികരണം റിപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? അവർ മുന്നണിയാണെങ്കിലും മുന്നണി സംവിധാനത്തിൽ നമ്മൾ 5 പേരിൽ ഒരേപോലെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ അതേപോലെ ആ സമയത്ത് 10 പേരിലേക്ക് 2 പേരെങ്കിലും പ്രതികരിക്കാനുണ്ടെങ്കിൽ മാത്രമേ വോയിസ് പുറത്തേക്ക് വരത്തുള്ളൂ. ഒരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുന്ന സമയത്ത് പലർക്കും പല അഭിപ്രായങ്ങൾ വരും. അപ്പോൾ ജനങ്ങൾക്ക് അറിയാൻ പറ്റും ഏതാണ് ശരി എന്നുള്ള ചോയ്സ് കിട്ടും. അവിടെ ഒരാൾ മാത്രം നിൽക്കുന്ന നമ്മൾ ചോയ്സ് കൊടുക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ ഒരു ചോയ്സ് കൊടുക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് നിങ്ങൾ മീഡിയാസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന സമയത്ത് ഇയാൾ പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് പറയാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. അവരെല്ലാവരും വാങ്ങിച്ചു കഴിഞ്ഞു. ആരും വോയിസും പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഏതാണ് ശരിയെന്നുള്ള കാര്യത്തിൽ? അപ്പോൾ ആ സാഹചര്യത്തിൽ പലരും ഒരുമിച്ച് ഒരു കുടുംബത്തിൽ തന്നെ പല അഭിപ്രായങ്ങളുണ്ടാവില്ലേ? അതേപോലെ ഒരു പാർലമെൻറ്റിലാണെങ്കിൽ പല അഭിപ്രായങ്ങളുള്ള സമയത്ത് നല്ലൊരു ചിത്രത്തിനെക്കാളുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കിട്ടും. കഴിഞ്ഞ 7 വർഷമായിട്ട് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ പോസിറ്റീവായിട്ട് വിലയിരുത്തുന്നു.
കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാന കാര്യങ്ങൾ നമ്മൾ സാധാരണക്കാരുടെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ ഉദാഹരണമായിട്ട് വീടുകൾ ലൈഫ് മിഷൻ്റെ വീടുകൾ, പിന്നെ സ്കൂളുകളുടെ കാര്യത്തിൽ ഞാൻ ബാംഗ്ലൂരും കർണാടകയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ അവിടുത്തെ എനിക്ക് സ്കൂളുകളുടെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ ഒരു ചെറിയൊരു ഒരു ഹോസ്പിറ്റൽ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇഞ്ചക്ഷൻ, അല്ലാതെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കാണാനുള്ള സാഹചര്യം അവിടെ ഇല്ല. അതുകൊണ്ട് 2 വർഷം അവിടെ താമസിച്ച ആ അസുഖം ഞാൻ ശരിക്കും അറിഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ എനിക്കൊരു ഹോസ്പിറ്റൽ വന്നെങ്കിൽ ഞാൻ നേരെയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പോവാം, അവിടെ എനിക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് നൈറ്റും ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ഒരു സാധാരണക്കാരൻ്റെ ലൈഫിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടായേക്കണത്. അതുകൊണ്ട് തന്നെ പ്രോഗ്രസീവായിട്ടുള്ളൊരു കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും ചില കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ ഏറ്റവും അടുത്ത് വരുന്നത് പെൻഷന്റെ ഒരു പ്രശ്നമാണ്. സാധാരണക്കാരനെ ആശ്രയിക്കുന്ന പെൻഷൻ കിട്ടിയിട്ട് 7 മാസം ഇപ്പൊ കൊടുക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് സർക്കാർ ജീവനക്കാരുടെ സാലറി പോലും മുടക്കി. ഇതൊക്കെ സർക്കാരിനെ എങ്ങനെ വിലയിരുത്തും പൊതുജനങ്ങൾ? നമ്മൾ ഒരു സാമ്പത്തിക പ്രശ്നം ഒരു വീട്ടിലായാൽ തന്നെ ഒരു ഗൃഹാതൻ കാശില്ല എന്ന് പറയുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവുമല്ലോ. ഈ കേരളത്തിൽ നിന്നൊരു ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ മീഡിയ തന്നെ ഒരിക്കലും നമ്മൾ ഈ കട ഇത്രയും കിട്ടാൻ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. സുപ്രീം കോടതിക്ക് ഒരു ഇടപെടൽ ചെയ്യേണ്ടി വന്നു, അപ്പോഴും മീഡിയ പറഞ്ഞിട്ടില്ല. ഒരു പോസ്റ്റുകളിൽ റിപ്പോർട്ട് വന്ന ശേഷവും മീഡിയ പറഞ്ഞിട്ടില്ല. ആ സമയത്ത് നമുക്ക് മനസ്സിലായി ഇത്രയും പൈസ കിട്ടാനുണ്ട് അല്ലെങ്കിൽ കൊടുക്കാനുണ്ടെന്ന് സുപ്രീം കോടതി പറയേണ്ടി വന്നു. അപ്പോൾ ആ ഒരു എഫക്റ്റ് പലതിലും ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെൻഷൻ ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ തന്നെ ഞാൻ പറയുന്നത് ഈ 1500 കൊടുത്ത ഒരു 1300 ആയിരുന്നെങ്കിൽ കൊടുത്തു തീർക്കാൻ പറ്റുമായിരുന്നു. ഈ ഗവൺമെൻറ് പാവപ്പെട്ടവർക്ക് 1500 ആക്കിയ സമയത്ത് ഇത്രയും ലയബിലിറ്റി അവർക്ക് ബിയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതായിപ്പോയി. മാത്രമല്ല നമ്മളിപ്പോൾ നോക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളിലും കിഫ്ബി വഴിയും പല റോഡുകളും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്. പക്ഷേ ഈ പെൻഷൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിന് കുറച്ചും കൂടി പ്ലാനിങ് വേണമായിരുന്നു തോന്നുന്നു. കാരണം അവർക്ക് ഒരുപാട് പെട്ടെന്ന് ഇൻക്രിമെൻ്റ് ആയ സമയത്ത് അത്രയും എമൗണ്ട് ബഡ്ജറ്റിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതിനകത്തൊരു പങ്കുണ്ടല്ലോ. ഇപ്പോൾ ഇത്രയും 1500 വേറെ എങ്ങുമില്ല. നമ്മളിപ്പോൾ പുറത്ത് പോയാലും അവിടെ എങ്ങും എൻ്റെ കസിൻ്റെ വർക്ക് ചെയ്യുന്ന മറ്റേ ബാംഗ്ലൂരാണ്, അവരുടെ അമ്മയ്ക്കൊന്നും ഒരു ചെറിയ പെൻഷൻ പോലും ഇല്ല. നമുക്കിപ്പോൾ കിട്ടി തുടങ്ങിയപ്പോൾ എല്ലാവർക്കും അതുണ്ടെന്നുള്ള അവകാശബോധം വന്നു. അതുവരെയും 16, 12, 15 ദിവസം ഇല്ലാത്ത സമയത്ത് ആർക്കും അവകാശം ഉണ്ടായിരുന്നില്ല. അത് കിട്ടിയാൽ കിട്ടി. ഇപ്പോൾ 1 മാസം 2 മാസം ഡിലേ ആണെങ്കിൽ തന്നെ അവരെ ചോദിച്ച് വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. കൊടുക്കേണ്ട ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്, അത് ചെയ്തേ പറ്റൂ. സർക്കാർ ഇത്രയും പ്രതിസന്ധികൾ നിൽക്കുമ്പോഴും പല കോണിൽ നിന്ന് ദൂരത്തിന്റെ ഒരു വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പല പരിപാടികളിലൂടെയും ദൂരത്ത് പോലുള്ള കാര്യങ്ങൾ. ഒപ്പം പിണറായി വിജയൻ സർക്കാരിനും അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടും എതിരെ ഒരുപാട് അഴിമതി ആരോപണങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് മാസപ്പടി അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ വന്നു. സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്തൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ സിഫോ വരെ അന്വേഷിക്കാൻ ഉത്തരവിട്ടു. ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സർക്കാർ അതിനെയൊക്കെ ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണും? സ്വർണ്ണക്കടത്തിനെ കുറിച്ച് നമുക്ക് ടോപ്പിക് നിങ്ങൾ ഈ മീഡിയക്കാരെ മുതൽ അത് 3 years ആഘോഷിച്ചായിരുന്നു. അതിനൊന്നും ഈ പറഞ്ഞ ഒരു അന്വേഷണ ഏജൻസിക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് തെളിവ് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. അത് നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. ഈ പറഞ്ഞ പിണറായി വിജയൻ്റെ ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ശ്രദ്ധിക്കാവുന്നതായിരുന്നു. കാരണം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. തങ്ങളുടെ മകളുടെ ഒരു ആരോപണം വരുന്ന സമയത്ത് അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണണമെന്നും അദ്ദേഹം ശരിയായിട്ടുള്ളൊരു പ്രതികരണം നടത്തേണ്ടതായിരുന്നു. പിന്നെ എന്തായാലും ഇത് അന്വേഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അത് ഒരിക്കലും പ്രതിപക്ഷം അത് വിടാൻ വേണ്ടി പോകുന്നില്ല, സെൻട്രലിലാണെങ്കിലും. അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടുമ്പോൾ അദ്ദേഹം അത് ചിലപ്പോൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്പെൻസുകൾ, അതായത് പേഴ്സണലായിട്ടുള്ള എക്സ്പെൻസുകൾ കുറയ്ക്കാൻ വേണമെങ്കിൽ ശ്രമിക്കാം. അല്ലാതെ ഞാൻ ഈ പറയുന്ന പോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സ്പെൻസുകൾ ഒരിക്കലും നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു പ്രശ്നം ഒരു പുതിയൊരു ഇതുണ്ടായിരുന്നു എല്ലാ നവകേരള അതൊക്കെ വേണ്ടതെന്ന് തന്നെയാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. സർക്കാരിൻ്റെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു 80% താഴേക്ക് വരുന്നുണ്ട്. നമ്മൾ നോക്കിയാൽ അറിയാം. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മളത് അനുഭവിച്ചറിയണം. ഞാനൊരു 5 ഇഞ്ചക്ഷൻ പനിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ എനിക്കിത് വായിൽ വന്നിട്ടുണ്ട്. ഞാൻ നാളെ എനിക്ക് വൈകിട്ട് നേരെ പോയിട്ട് ഡോക്ടറെ കാണാൻ പറ്റും. അത് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ശക്തിയുടെ ഭാഗമായിട്ട് തന്നെയാണ് 7 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തൊരു മുമ്പുണ്ടായെങ്കിൽ കൂടിയും മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. അത് ഒരു നല്ലൊരു. പിന്നെ സ്കൂളുകളുടെ കേസിൽ എൻ്റെ അമ്മയും ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറായിരുന്നു, ഞാൻ ഹിസ്റ്ററി ടീച്ചറാണ്. അവരുടെയൊക്കെ ലൈഫിൽ പണ്ട് പിള്ളേരില്ലാതെ ഓടി നടന്ന ടീംസ് ഉണ്ടായിരുന്നു. വെക്കേഷൻ ആവുന്ന സമയത്ത് അവർ പിള്ളേരെ പിടിക്കാൻ ഇറങ്ങും ഗവൺമെൻറ് സ്കൂളുകളിൽ. ഇപ്പം അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഞങ്ങളിപ്പോഴേ പല ആൾക്കാരുടെയും പിള്ളേർ പഠിക്കുന്നത് ഗവൺമെൻറ് സ്കൂളിലാണ്. അതൊരു വലിയൊരു മാറ്റമല്ലേ ഉണ്ടായിരിക്കുന്നത്. നിലവിലെ MP ഹൈബി ഈഡനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തും?
എനിക്ക് അദ്ദേഹത്തിനോട് നെഗറ്റീവായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഇത്തവണ അദ്ദേഹം ജയിക്കുമായിരിക്കാം. ഈ മണ്ഡലം എന്തായാലും കോൺഗ്രസിൻ്റെ മണ്ഡലമാണല്ലോ. അപ്പോൾ ഷൈൻ ടീച്ചറും ഒരു നല്ലൊരു പ്രവർത്തകയാണ്, നല്ല വാഗ്മിയാണ് അദ്ദേഹം. അപ്പോൾ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി പെർഫോമൻസ് റേഷ്യോ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എമൗണ്ട് എത്ര പെൻഡിങ് ഉണ്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഏറ്റവും കൂടുതൽ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ല് ആരാ ഇട്ടേക്കുന്നത്, ഇതൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഹൈബീഡിന് ചാൻസസ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ മേ ബി ഇവിടെ എനിക്ക് ടൈ വരും മിക്കവാറും. മേ ബി ഹൈബീഡനായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ വരുന്നത് എനിക്ക്.